ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ ഒരു സ്പെഷ്യൽ കോഴിക്കോടൻ ക്രാബ് റോസ്റ്റ് ആണ്. സോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ, ആദ്യം ഞാൻ ഒരു 1/4 കിലോ ക്രാബ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവോള, ചെറിയുള്ളി അല്ല ഒരു സവോള, പിന്നെ ഒരു ടൊമാറ്റോ, പിന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നാടൻ മല്ലി പൊടിച്ചതാണ്, വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അതാണ് കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ കുരുമുളക് പൊടി, അതും നാടൻ തന്നെയാണ്. ഇതെല്ലാം ഓരോരോ ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് രണ്ടും 1/4 ടീസ്പൂൺ. പിന്നെ ഒരു പീസ് ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ കോക്കനട്ട് ഓയിൽ. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ഒരു റെസിപ്പിക്ക് വരുന്നുള്ളൂ. സോ ആദ്യം അതായത് സവാള ഒരെണ്ണമാണ് എടുത്ത് ഇത് കട്ട് ചെയ്യണം. നല്ല തിന്നായിട്ട് വേണം സവാള കട്ട് ചെയ്യാൻ. ഈ ഒരു ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഒരു വലിയ ടൊമാറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യണം. പിന്നെ ഇഞ്ചി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിടണം. ഇതും നല്ല തിന്നായിരിക്കണം. ജിഞ്ചർ പേസ്റ്റ് ആക്കാൻ ഇഷ്ടമുള്ളവർക്ക് ജിഞ്ചർ പേസ്റ്റ് ആക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞാനത് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കുക്ക് ചെയ്യാം. ആദ്യം ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. ഓക്കെ, സോ 4 ടേബിൾ സ്പൂൺ എണ്ണയാണ്. സോ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലോട്ട് ഇടുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇത്. നെക്സ്റ്റ് ഈ ഇഞ്ചി ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് ഈ പച്ചമുളക് ഇതിനകത്തോട്ട് ഇടുവാണ്. അതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഞാൻ ഈ സോളയും ഈ തക്കാളിയും കൂടെ ഒരുമിച്ച് ഇതിനകത്തേക്ക് ഇടാൻ പോവാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാൻ പോവാം ആവശ്യത്തിന്. ഞാൻ ഇതൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഞാൻ ഇതൊന്ന് എടുക്കാൻ പോവാണ്. ഇപ്പോൾ ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട് ഇതെല്ലാം. ഈ ഒരു പരുവമായിട്ട് ഞണ്ട് ഇതിനകത്തേക്ക് ഇടണം. ഞണ്ട് ഒരു 1/4 കിലോ ഞണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിനകത്തേക്ക് ആദ്യം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മതി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി അതുപോലെ 1/4 ടീസ്പൂൺ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതൊരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം നാടൻ മല്ലിപ്പൊടി തന്നെ അതിന് ചൂസ് ചെയ്യണം. മുഴുവൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അതും ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കണം. കുറച്ചും കൂടെ ഉപ്പ് ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കണേ. സോ ഞാനിത് അടച്ചു വെക്കാൻ പോവാണ്. ഒരു 1/2 കപ്പ് വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ചെറിയ കപ്പാണ് ഒഴിച്ചിരിക്കുന്നത്. സോ ഇതൊന്ന് അടച്ചു വയ്ക്കുക. ഒരു 10 മിനിറ്റ് ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വേവണം ഇത്. ഞാൻ ഒരു 10-12 മിനിറ്റ് ആയിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ഗ്രേവി വേണ്ടവർക്ക് ഇങ്ങനെ തന്നെ എടുക്കാം. പക്ഷെ ഞാൻ നന്നായിട്ട് ഇത് കുറുക്കി എടുക്കാൻ പോവാം. ഇത് റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിയിട്ട് വരണം. ഇനി ഞാൻ കുറച്ച് നേരം തുറന്ന് വെക്കാൻ പോവാം. ഇത് അടച്ചു വെക്കുന്നില്ല. ഈ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്.
സോ ഞാൻ ഇതൊന്നും ആയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഞാൻ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഞണ്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ല ഒരു സെമി ഗ്രേവി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ പോവാണ്. റെഡി ആയിട്ടുണ്ട്. So, crab roast is ready.